ഹരി ഓം. ഇന്ന് കർക്കിടകം 26. എല്ലാവർക്കും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഹരി ഓം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. വക്രതുണ്ട മഹാകായ കോടിസൂര്യസമപ്രഭാത് നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രീ തുഭ്യം നമോ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വിശുദ്ധം വരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തർഗുണാന്തം സുഖാന്തം സ്വയം ധാമരാമം പ്രപദ്യേ. ശിവം നിത്യമേകം വിഭും താരകാഖ്യം സുഖാകാരമാകാരശൂന്യം സുമാന്യം മഹേശം കലേശം സുരേശം പരേശം നരേശം നിരീശം മഹീശം പ്രപദ്യേ. യദാ വർണ്ണയത് കർണമൂലേന്ദകാലേ ശിവോ രാമ രാമേതി രാമേതി കാശ്യാം തദേകം പരം താരക ബ്രഹ്മരൂപം ഭജേഹം 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 ഭജേഹം. മഹാരത്നപീഠേ ശുഭേ കൽപ്പമൂലേ സുഖാസീനമാദിത്യകോടിപ്രകാശം സദാ ജാനകീ ലക്ഷ്മണോപേതമേകം സദാ രാമചന്ദ്രം ഭജേഹം ഭജേഹം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആരെയും പോരിനയക്കുന്നതിൽ ഇനി നേരെ പൊരുതി ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോട് കൂടെയുള്ളോർകൾ പോനീടുക നമ്മുടെ ധീരം വരുത്തുക എന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ട് പൂട്ടിയ വായുവേഗം പൂണ്ടുതേരിൽ കരേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്ക
കയ്യിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹീതം പുറപ്പെട്ടാരന്നീരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യവാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ ദരിദ്രേ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു. നേത്രാന്ത സംശയമന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നത് കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നത് കേട്ട് വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണജാപത്തോട് ബാലാർക്കകാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നത് കമ്പൻ സിംഹധ്വജം പൂണ്ട തേരിൽ കരേറി സിംഹപരാക്രമൻ ബാണജാപത്തോട് വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മേ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിന് ബാണജാപങ്ങൾ പൂണ്ടായുധമായ ഒരു തിരിൽ കരേറി കായം കളർന്ന് വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നത് രാവണൻ തന്മകൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവാ വാജിമേലേറി പരിഹം തിരിപ്പവനാശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുന്നേതൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ. രാവണൻ തന്മകൻ മറ്റേതിനങ്ങേത് ദേവാന്തകൻ തേരിൽ വന്നതോ മന്നവ കുംഭകർണാത്മജൻ കുമ്മനങ്ങേതവൻ തമ്പി നികുംബൻ പരിഹായുധനല്ലോ. ദേവാകുലാന്തനാകെ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചൊന്നത് കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്ന് ഞാൻ എന്നരുളി ചെയ്തു എന്നരുളും നേരം വന്ന പടയോട് ചെന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്ത് കടന്നു. ഒരു ഭാഗമേ പാർത്ത് ശത്രുക്കൾ കടന്നുകൊള്ളും മുമ്പേ കാതുകൊൾവിൻ നിങ്ങൾ ജന്മലിംഗാപുരം. യുദ്ധത്തിൽ നിന്ന് ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായി വലിയ തന്നെ തുമേവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നുലങ്കാപുരം വൃന്ദാരകാരാതിരാവണൻ വാനര വൃന്ദത്തെ തള്ളിവെട്ടിയിടിനാൻ. വാനരേന്ദ്രന്മാരഭയം ധരിക്കുന്ന മാനവേന്ദ്രൻ കാൽക്ക വീണിരന്നീടിനാൻ. വില്ലും ശരങ്ങളും ആശ കൈക്കൊണ്ടോ തുല്യാതനീനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നീടിനാൻ. മന്നവൻ താൻ അരുൾ ചെയ്തു നേരം വൃതാരിയും പോരിൽ വിസ്തൃതനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിയ നീ മായുമുണ്ട് നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകിയുണ്ടവൻ ചന്ദ്രഹാസാഖ്യമാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ച് ചിത്തമുറപ്പിച്ച് ചെല്ലേണമല്ലോ കലഹത്തിനെന്നല്ല. ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശി പിൻവാങ്ങിനാൻ. ജാനകീ ചോരനെ കണ്ടോരു നേരത്ത് വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നെ കുതിച്ചു വീണിടിനാർദ്ദനായി വന്നു. നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞിതോ രക്ഷോവരനോട് മാരുതപുത്രനും നിർജരന്മാരെയും താമസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത് കവികുലത്താലടോ നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു നിൽക്കുന്നോരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ
വിക്രമമേറിയ നിന്നുടെ പുത്രനാമക്ഷകുമാരനെ കൊന്നത് ഞാനിടോ എന്ന് പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെ ഉണർന്നു ചെന്നാൻ ഇവിടേക്ക് ഇന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മയെന്തായതെനിക്കുന്നതും കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റോരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ട് ഞാൻ എത്രയും ദുർബലെന്ന് വന്നു. നമ്മിലിത്തിരി നേരമിന്നും ഉരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവി ശ്രേഷ്ഠനും. നീലനന്നേരം കുതികൊണ്ട് രാവണൻ മേലേ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതേന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോട് മുകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടിത്തുടങ്ങിനാൻ. നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെ തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ച് ലക്ഷ്മണൻ വേഗേന രക്ഷോഭരണേ ചെറുത്താനത് നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും. കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലും മുറിച്ചു കളഞ്ഞിത് ലക്ഷ്മണൻ നല്ലൽ മുഴുത്തി നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തു ഒരു വേൽ സൗമിത്രി തന്നുടെ മാറിലാം മാറി ചട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ട് തൊടുക്കരുതാഞ്ഞ സൗമിത്രിയും ശക്തിയേറ്റാശു വീണീടിനാൻ. ആടലായ വീണകുമാരനെ ചെന്നെടുത്തിടുവാൻ ആശ ഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്തു ദശാസ്യനും ബാലശരീരമുളകരുതാഞ്ഞിതു. രാഘവൻ തന്നുടെ ഗൗരവമോർത്തതി രാഘവം പൂണ്ടിത് രാവണവീരനും. കണ്ടു നിൽക്കുന്ന ഒരു മാരുതപുത്രനും മണ്ടി അണഞ്ഞെന്നടിച്ചാൻ ദശാസ്യനി. ചോരയും ഛർദ്ദിച്ചു തേരിൽ വീണാനവൻ മാരുതിദാനം കുമാരണീ ദക്ഷണി. പുഷ്പസമാനം എടുത്തുകൊണ്ടാതരാജൽ പുരുഷൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ. മാറും പെരിഞ്ഞ് ദശമുഖൻ കയ്യിലാം മാറുപൊക്കവുമായ ദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ. ഗന്ധവാഹാത്മജൻ വന്ദിച്ച് ചൊല്ലിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ടമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക കൊണ്ടതയെന്നീ കൊൽക ദശാസ്യനേ. മാരുതി ചെന്നത് കേട്ട് രഘുത്തമൻ ആരോഗ്യതൽ കണ്ടദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവനെ എടുത്തു കാണുവാൻ കൊതിച്ചേന്തുലും ഇന്നതിന്നാശയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരെയും കൊന്ന് ജഗത്രയും പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുമ്പിലരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്ത് ശാസ്ത്രാസ്ത്രങ്ങൾ തൂനാൻ ഒന്നിനൊന്നൊപ്പം ഇതാൻ ദശഭക്തനും. ഘോരമായി വന്നിതുപോരു വന്നേരത്ത് വരാനിധി വിളകി പറയുന്നു. മാരുതി തന്നെയും ഇത് മുറിച്ചതു ശൂരനായൊരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതീ ധീരത കൈക്കൊണ്ടെടുത്തൂരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതു വാണമേറ്റന്നേരം പൗലസ്ത്യജാപവും വീണതു ഭൂതലേ. നക്തഞ്ജരാധിപനായ ദശാസ്യന് ശക്തിക്ഷയം കണ്ട സത്വരം രാഘവന്റേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നുകളഞ്ഞവരൂഢതാപേന നിന്ന് ദശാസ്യനും. രാമനൻ രാവണൻ തന്നോടൽ ചെയ്താൻ ആമയം ഭാരം നിനക്കൊണ്ടു മനസ്സേ
പോയാലും എന്ന് ഭയപ്പെടായേതുമേ നീ നിലങ്കയിൽ ചെന്നിരുന്നാലും ആയുധവാഹനത്തോടൊരും പെട്ടുകൊണ്ടായോധനത്തിന് നാളെ വരേണം നീ. കാകുൽസ്തവാക്കുകൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദിശാനനൻ. രാഘവാസ്ത്രം തുടരെ ഉണ്ടെന്നൊരാകുലം പൂണ്ട് തിരഞ്ഞു നോക്കിത്തുലോ വേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു. താപമുണ്ടായതു ചിന്തിച്ചു മേവീനാൻ കുംഭകർണൻ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാം ആർക്കാത്മജനെയും രാവണബാണവിധാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ട് രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവീനാൻ. രാത്രീഞ്ചരേന്ദ്രനും വൃദ്ധജനത്തോട് പേർത്തു നിജാർത്തികളോടോർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവതാനുവനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകുമാരാദിയും ജംഭാരി മുമ്പാം നിലംബവരന്മാരും കുംഭോത്ഭവാദികളായ മുരികളും ശംഭപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം കൊണ്ടു പാതിവൃത്യനിഷ്ഠയോടെ വരുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നല്ലോ ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നിനി ഉണർന്നിടുമാറിൽ ഉറങ്ങി തുടങ്ങിയിട്ടോ അവനും ഇന്ന് 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാരും ഒരുമ്പെട്ടുണർത്തുവാൻ ആനകദന്തുഭിമുഖ്യവാദ്യങ്ങളും ആനദീർഘാലാൾ കുതിരപ്പടകളും കുംഭകർണോരസിവാഞ്ഞു മാർദ്ദം ചകൽ കമ്പം വരുത്തിനാരെന്തോ ഒരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരേ. പിന്നെയും കുംഭീവരന്മാരെ കൊണ്ട് നാസാരന്ധ്ര സംഭൂതരവം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മറ്റുള്ളറിയും ആനകൾ ഞെമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജംഭാസമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാനാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റു ജീവനാദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദ ചിത്തനായ ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ വൃദ്ധജനങ്ങളും വന്നു വണങ്ങിനാൻ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ട് പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലത്തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതുവിടെ വാങ്ങി വാട്ടം വരാതെ പോയി കൊള്ളുക നല്ലത്. ഏവം മഹോദരൻ ചൊന്നത് കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനാനൂടമോദം നിജ സഹോദരൻ തന്നെയും ചിതേ ധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ.
സോദരി തന്നുടെ ദാസാകുജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമനസീം നീ കൊണ്ടുവന്നു വെച്ചീടിനേൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവർ പോരിന്നു വാനരസേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ഇത് മുറിച്ചാൻ ചിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനത് കാരണമല്ലൽ മുഴുത്ത് ഞാൻ നിന്നെ ഉണർത്തിനേ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ട് ചെന്നാൻ കുംഭകർണനും നന്നത്രയും നല്ലതേ നല്ലുകൾ നല്ലതു നീത് താനറിയാതവർ നല്ലതറിഞ്ഞു ചെല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകയും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമന് നൽകുകയെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന് കോപിച്ചു നീ അട്ടിക്കളഞ്ഞതു നന്നോർത്തുകാൻ. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമുക്കവേ നല്ലവണ്ണം വരും കാലമില്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തുമാവത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർദ്ധപുരുഷ കരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറുനയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പദ്യം പറയുമാമത്തിനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളോരമാദ്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാൽ അത് കർണസുഖം വരുമാറ് പറഞ്ഞുകൊണ്ട് അന്വഹമാത്മാഭിമാനം ഭാവിച്ചു മൂലവിനാശം വരുമാറ് നിത്യവും മൂഢരായുള്ളോരമാത്യ ജനങ്ങളിൽ നല്ലതു കാകോളം എന്നത് ചൊല്ലുവോരല്ലൽ വിഷമമുണ്ടവർക്കെന്നില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകൾ നാടുമായി സുങ്കുലവും നശിച്ചു പോം. നാദഭേദം കേട്ട് മോഹിച്ചു ചെന്ന് ചേർന്നാതി മുഴുത്ത് മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ച് ചലവങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു നിന്നത്തൽ വിടുന്നു വിളിശം ഗ്രസിക്കയാൽ. ആഗ്രഹമെങ്കിലേറിയാൽ ആപത്തും പോക്കുവാനല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനല്ലയോ ജാനകി തന്നിലോ രാശിയുണ്ടായതും. ഞാനറിഞ്ഞേനതു രക്തരാത്രീഞ്ചരാധിപ ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന് നിർണയം. ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കല്ല. കേവലാൽ ചൊല്ലുമെന്നെങ്കിലൊരുത്തനഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതിനാവതല്ലേതും അതിൽ വശനായി വരും. എന്നാൽ അതിങ്കിൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടും വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇവോടുപഗതമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി ചേതസീ നീ ധരിച്ചിടുകന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ. മുന്നമേ എന്തതോരാഞ്ഞതും
ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനീൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്നാദരവോടരുൾ ചെയ്യുക മഹാമുനി. എന്തോരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോട് സാദരം ചൊന്നാനുദുരന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞൂറ് ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ഠനാണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിതു മർദ്ദനാൽ എന്നിയേ മൃത്യു ഇല്ലെന്നത് മുക്തം വിരിഞ്ചനാൽ മുന്നമീ കൽപ്പിതമോ. മർദ്ദനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദരും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ജ്ഞാനയോധ്യയിൽ ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്തരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തിൽ തീർത്തിയിടുവാൻ ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കിലും നിന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരതളശ്യാമളൻ മായാ മനുഷ്യ വേഷം പൂണ്ട രാമനെ കായേന വാച മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലവും. സംഖ്യയില്ലാതോളം ഉണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ സംഖ്യയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമീ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാൻ രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളുന്നിതോ സന്തതം ബുദ്ധദത്തന്മാർ തന്നിരന്തരം രാമനെ ചിതാംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാത്മനാ കണ്ടു കണ്ടച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശലാനന്ദേ ലയിക്കുന്നിതന്നുകം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തിയെ. സോദരനേവം പറഞ്ഞത് കേട്ടതി ക്രോധം മുഴുത്ത ശാസനം ചൊല്ലിനാൻ. ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയതാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം എനിക്കേതമകന്ന് സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശുതൻ ചെന്നായോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടുള്ള ഉഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ. വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തങ്കശൈലരാജ രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ
പുക്കോര നേരത്ത് വാനരവീരരെല്ലാവരും ഓടിനാൻ. കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു. വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസേവനിവൻ പറഞ്ഞമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇതം രഘുത്തമൻ ചോദിച്ചളതിന് നാളവിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതെല്ലാവർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു നിശ്ചയാ പൂർവജൻ കാൽക്കൽ വീണീടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ. സീതയെ നൽകുക രാവണൻ എന്ന് ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാനുഗ്രഹതയോടും എടുത്തത് കണ്ട് ഞാൻ പീതനായി നാലമാത്യന്മാരുമായി പോന്നു. സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇതം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു. പുണർന്നാനനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞതു. തന്നിനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയനെത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം. മയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലും എങ്കിൽ നീ രാമപാദാന്തിക്ക് എന്നത് കേട്ട വിവാദ്യവും ചെയ്തതീ ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താ വിവശനായ ശ്രീമാൻ വിഭീഷണം നിൽക്കും ദശാന്തരി. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പീഡിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാൻ നാലാധികന്തരി. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 10,100,000 കൊന്നാനരക്ഷണാൽ. മർക്കടരാജനത് കണ്ടു ഒരു മല കൈകൊണ്ടെറിഞ്ഞതു. മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തതോ കൊണ്ടതി വിസ്തൃതനായി വീണുഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും കോടെടുത്ത് കൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ച് സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനൻ മഹൽ പ്രാസാദമേരൻ ആരോടമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നീടുകയാനാദരാൽ. മർക്കടരാജനതേറ്റുമോഹം വെടിഞ്ഞുൽക്കട രോഷേണ മുക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ടന്തരീക്ഷേ പാഞ്ഞുപോനാനതിദ്രുതം. ക്രോധവും ഏറ്റവയുമാനാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്ത് സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര പാണഗണം പൊഴിച്ചിടിനാൻ. 10,100,000 വാനരന്മാരെയും വക്രത്തിലാക്കിയടക്കും. അവനുടൻ കർണനാസാവിലത്തൂടെ പുറപ്പെടും. പിന്നെയും വാരി വിഴുങ്ങും അവൻ. തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു. ലക്ഷ്മണൻ തന്നെയോ വേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടെടുത്താനത് കണ്ടു. വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമീതാശു കണ്ടിക്കയാൽ യുദ്ധാംഗണി വീണു വാനരവൃന്ദവും നഗ്നഞ്ചരന്മാരുമൊട്ടുമരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമെടുത്തു നിശാചരൻ.
ഇന്ദ്രാസ്ത്രമേത് കണ്ടിച്ചാൽ അത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയെടുത്തിതോ നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പ് കൊണ്ട് ഉത്തങ്കപാദങ്ങളും മുറിച്ചിടിനാം. വക്രവുമേറ്റു പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം ഭദ്രകൾ വായിൽ നിറച്ച് രഘുത്തമൻ വൃത്താരിദൈവതമായി വിളങ്ങിയിടിനൂരസ്ത്രമേത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്താരിദാനം തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ദിയിൽ വീണിതു ദേഹവുമന്നീരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാ കരോമേതിൽ സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി സർവം. നാരായണായി സമർപ്പയാമി. ഹരി ഓം.